السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യന്റെ താല്പര്യം കണക്കിലെടുത്ത്, മനുഷ്യന്റെ അഭിരുചികളെ കണക്കിലെടുത്ത്, അവന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിലെ പഴങ്ങളെ അവന്റെ സമീപത്ത് തന്നെ അല്ലാഹു സ്ഥാപിക്കും. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ ആ പഴങ്ങൾ ഇങ്ങനെ കൈകൾ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി അല്ലാഹുവിനോട് അടുപ്പിച്ച് നിർത്തും. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. എന്നിട്ട് ആ മനുഷ്യരോട് പറയുമെന്നാണ്,
നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കഴിച്ചോളൂ. ആനന്ദകരമായി കൊണ്ട്, ആനന്ദത്തോടെ, സന്തോഷത്തോടെ നിങ്ങൾ ഈ അതിന്റെ പഴങ്ങള്, അവിടുത്തെ വെള്ളങ്ങള്, അവിടുത്തെ ഭക്ഷണങ്ങള് മതിയാവുകോളം നിങ്ങൾ കഴിച്ചുകൊള്ളുക. ആനന്ദത്തോടെ കഴിച്ചോളൂ, സന്തോഷത്തോടെ കഴിച്ചോളൂ. എന്തിനാണെന്നറിയോ? ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. എന്തിനാണെന്നറിയോ? കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ, കഴിഞ്ഞുപോയ ജീവിതത്തിലെ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി ഇങ്ങനെ നാളെ വരാനുണ്ട് എന്ന് മനസ്സിലാക്കി പരിമിതമായി തന്ന ആയുസ്സിൽ നല്ലതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് ആനന്ദത്തോടെ നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ എന്ന് ആ സൗഭാഗ്യവാന്മാരോട് പറയപ്പെടുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമായൊരു വിഭാഗമുണ്ട്. ആരാണവര്? അവർ ഇടതുഭാഗത്തുകൂടെ കർമ്മത്തിന്റെ രേഖകൾ, കർമ്മരേഖകൾ ലഭിക്കുന്ന ആളുകളാണ്. എന്നാൽ അന്നേ ദിവസം ഏതൊരുത്തന്റെ കർമ്മരേഖ തന്റെ ഇടതുഭാഗത്തുകൂടെ ലഭിക്കപ്പെടുന്നുവോ, ഫയഖൂൽ, ആ മനുഷ്യൻ പറയുമെന്നാണ്, യാ ലൈതനീ ലം ഊത കിതാബിയ, എനിക്ക് എന്റെ ഗ്രന്ഥം ലഭിക്കപ്പെട്ടിരുന്നെങ്കിൽ, യാ ലൈതനീ ലം ഊത കിതാബിയ, ഈ ഗ്രന്ഥം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ, എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പടച്ചവനെ. ആ മനുഷ്യന്റെ ആഗ്രഹം അതാണ്. യാ ലൈതനി ലം ഊത കിതാബിയ, പടച്ചോനെ ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ, എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സഹോദരങ്ങളെ, ആ കർമ്മരേഖ അവിടെ തയ്യാറാക്കപ്പെട്ട് ആരെണ്ണം വിധം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് തയ്യാറാക്കി അവനവന്റെ രേഖകൾ അവനവന്റെ കൈകളിലേക്ക് ലഭിക്കുമ്പോ, അത് വലതുഭാഗത്ത് കൂടെ ലഭിക്കുമ്പോ അതൊരു സിഗ്നലാണ്. കാരണം വരാനിരിക്കുന്ന ജീവിതത്തിന് അത് ഗ്രീൻ സിഗ്നലാണ്. എന്നാൽ ഇടതുഭാഗത്തുകൂടെ ലഭിക്കുമ്പോ തന്നെ ആ മനുഷ്യന് മനസ്സിലാകും അത് ഡേഞ്ചറാണ്, ഇത് പ്രയാസമാണ്, ഇത് വലിയ വമ്പിച്ച നഷ്ടമാണ്, ഇനി വരാനിരിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഏറെ വേദനാജനകമാണ്. ആ സമയത്ത് അത് മനസ്സിലാക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ വാചകമാണല്ലോ പറഞ്ഞത്, അവന്റെ മോഹമാണല്ലോ പറയുന്നത്, അവന്റെ ആഗ്രഹമാണ് പറയുന്നത്. ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ, പടച്ചവനെ ഈ ഗ്രന്ഥം എനിക്ക് ലഭിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പടച്ചവനെ. എന്നിട്ട് ആ മനുഷ്യൻ പറയുമെന്നാണ്, വിലപിക്കുമെന്നാണ്, വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ എന്തെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പടച്ചവനെ. എന്റെ വിചാരണ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്, എന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് എനിക്ക് നേരിടാനുള്ള വിചാരണ അതെന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ, ഇതിപ്പോ അറിയപ്പെട്ടല്ലോ, എനിക്കറിഞ്ഞല്ലോ പടച്ചവനെ, അതൊന്നറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ മനുഷ്യന്റെ കൊതിയാണ്. മാത്രമല്ല, യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു പോകുമെന്നാണ്, പടച്ചവനെ റബ്ബേ ആ മരണത്തോടുകൂടി എല്ലാം ഒന്ന് തീരുമാനമായിരുന്നെങ്കിലോ, മരണത്തോടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് അടങ്ങിത്തീർന്നിരുന്നെങ്കിലോ, ഒടുങ്ങിത്തീർന്നിരുന്നെങ്കിലോ, മരണശേഷം മറ്റൊരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പടച്ചവനെ. മരണത്തിന് ശേഷം ജീവിതമില്ലെന്ന് പറയുന്നവരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, മരണത്തോടുകൂടി എല്ലാം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, എല്ലാം ഒന്ന് ഒടുങ്ങി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഇടതുഭാഗത്തുകൂടെ രേഖയിട്ടുന്ന മനുഷ്യര് അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞു വിലപിക്കുമെന്നാണ്. എന്നിട്ട് ആ മനുഷ്യർ പറയുന്ന വാചകമല്ല തുറന്നു പറയുകയാണ്, മാ അഗ്നാ അന്നീ മായ, എനിക്ക് ഇട്ടുകൂടാൻ മാത്രം സമ്പത്തുണ്ടായിരുന്നു, ധനമുണ്ടായിരുന്നു, ധനികനായിരുന്നു ഞാൻ ദുനിയാവിൽ. എന്റെ ധന്യത, എന്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ പടച്ചവനെ. ഹലക അന്നീ സുൽത്താനിയ,
എനിക്ക് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിന്റെ സോപാനങ്ങളിൽ വിരാജിച്ചവനാണ് ഞാൻ, അധികാരത്തിന്റെ മറ്റിൽ ജീവിച്ചവനാണ് ഞാൻ. പല നിലക്കുള്ള അധികാരങ്ങളും സൗഭാഗ്യങ്ങളും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ, അത് നശിച്ചു പോയിരിക്കുകയാണല്ലോ പടച്ചവനെ. ആ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മലക്കുകളോട് പറയപ്പെടുമെന്നാണ്, ഖുദൂഹു ഫഗുല്ലൂ, അവനെ പിടിക്കുവീൻ, എന്നിട്ടവനെ പിടിച്ചു നിങ്ങൾ ബന്ധിക്കണേ, ചേർത്ത് കെട്ടണേ. അവന്റെ കഴുത്തുപോലും ചേർത്തുകൊണ്ട്, കഴുത്തിനെ പോലും ചുറ്റിക്കൊണ്ട് നിങ്ങൾ ആമമിടണേ എന്ന്, ആമം വെക്കണേ എന്ന് പറയപ്പെടുമെന്നാണ്. സുമ്മൽ ജഹീമ സല്ലൂ, എന്നിട്ട് പിന്നെ അവനെ ജ്വലിക്കുന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിപ്പിക്കണേ, കടത്തണേ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, പിന്നെ 70 മുഴം നീളമുള്ള ആ ഒരു ചങ്ങലയിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കുവിനെന്ന് പറയപ്പെടും. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയായത്? അവന് ഇടതുഭാഗത്തുകൂടെ കർമ്മരേഖ ലഭിക്കപ്പെടാനുള്ള കാര്യം എന്താണ്? മാത്രമല്ല അവന്റെ സമ്പത്ത് അവൻ ഉപകരിച്ചില്ല, അവന്റെ അധികാരം അവനെ നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആയതെന്നറിയുമോ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അലീമായ അല്ലാഹുവിൽ ആ മനുഷ്യനെ വിശ്വസിച്ചിരുന്നില്ല. മഹാനായ അല്ലാഹുവിൽ ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്നില്ല. അലീമായ റബ്ബിൽ, മാലിക്കായ റബ്ബിൽ, ഖാദിറായ റബ്ബിൽ, മാലിക്കുൽ മുലൂക്കായ റബ്ബിൽ, രാജാതിരാജനായ റബ്ബിൽ വിശ്വസിക്കാത്തവരെ, നിങ്ങളെ കാത്തിരിക്കുന്ന, അത്തരക്കാരെ കാത്തിരിക്കുന്ന ശിക്ഷയാണിത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, സാധുവിന്, അന്നത്തിന് വകയില്ലാത്തവന്, അശരണായ പാവപ്പെട്ട അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിൽ അവന് പ്രോത്സാഹനം നൽകുമായിരുന്നില്ല. സാധാരണക്കാരായ അത്താഴപ്പട്ടിണിക്കാരായ പാവങ്ങളായ അല്ലലും മലട്ടലുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ചുറ്റുപാടിൽ. ആ മനുഷ്യർ കന്നം നൽകുന്ന കാര്യത്തിൽ, ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ യാതൊരുവിധ പ്രോത്സാഹനവും അവന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. ഫലൈസ ലഹുൽ യൗമ ഹാഉനാ ഹമീം, ആകയാൽ ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവനെ ഇവിടെ ഉണ്ടാവുകയില്ല. ഇത്തരക്കാരനായ ഇവന് ഇന്നേ ദിവസം ഇവിടെ യാതൊരുവിധ ബന്ധുവില്ല, അവന് ഒരു ബന്ധമില്ല, ഒരു ബന്ധുവില്ല. കാര്യപ്പെട്ടവനോ അവന് ഉറ്റ ബന്ധുക്കളോ യാതൊന്നും തന്നെ ഇന്നേ ദിവസം അവന് ഇവിടെ ഉണ്ടാവുകയില്ല. വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണവുമില്ല. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ അവന് താല്പര്യമില്ല. പാവപ്പെട്ടവന്റെ വശപ്പ് അകറ്റുന്ന കാര്യത്തിൽ അവന് പ്രോത്സാഹനമില്ല, കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അങ്ങനത്തെവന്റെ അവസ്ഥ. വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഇന്ന് ഭക്ഷണമില്ലിവിടെ. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. എന്താണ് ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ? ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ നരകക്കാരിലെ ശരീരത്തിൽ നിന്ന്, ആ നരകത്തിന്റെ കത്തിയാളുന്ന നരകാഗ്നിയിൽ ആ മനുഷ്യ ജനകോടികൾ ഇങ്ങനെ കത്തിയെരിയുമ്പോ ആ മനുഷ്യർ, ആ നരകാവകാശികൾ, അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും അതുപോലെ തന്നെ ചോരയും നീരുമാണ്. അതാണ് ഗിസ്ലീൻ എന്ന് പറഞ്ഞാലെന്ന് മഹാന്മാരായി മുഫസ്സിറിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. ആ നരകാവകാശികൾ നരകത്തിന്റെ അഗാധമായ ആ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ കടന്ന് വെന്തിരിയുമ്പോ ആ നരകാവകാശിയുടെ ശരീരത്തിൽ നിന്ന് ആ തീരിങ്ങനെ കടന്ന് പൊതിയുമ്പോ ആ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും ചോരയും നീരുമാണ് അൽ ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്നുള്ള ഭക്ഷണമല്ലാതെ ഇത്തരക്കാരായ ആളുകൾക്ക് ഇന്നേ ദിവസം ഇവിടുന്ന് കിട്ടൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഗിസ്ലീൻ ഉണ്ടല്ലോ, ആ ഗിസ്ലീനിൽ നിന്ന് ഒരു കൊട്ടക്കോരി എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്നൊക്കെ കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുന്ന പാത്രത്തിന് നമ്മുടെ നാട്ടിൽ പറയുന്ന വാചകമാണ് കൊട്ടക്കോരി എന്ന്.
ആ ബക്കറ്റിൽ നിന്ന്, ആ ഗിസ്ലീനിൽ നിന്ന് ഒരു ബക്കറ്റ്, അതിലെ വെള്ളം, ആ ഗിസ്ലീനിലെ വെള്ളം, അതിലെ ആ ദ്രാവകമുണ്ടല്ലോ, അതെടുത്തിട്ട് ഈ ദുനിയാവിലേക്കെങ്ങാനും ഒഴിക്കുകയാണെങ്കിൽ, ഈ ദുനിയാവിന്റെ ലോകത്തേക്ക് എടുത്തൊഴിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലുള്ളവർക്കെല്ലാം ആ ഗിസ്ലീനിന്റെ ദുർഗന്ധം വമിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅദല്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഗിസ്ലീനിൽ ഒരു ബക്കറ്റ് മതി ഈ ദുനിയാവ് മുഴുവൻ നാറിയിട്ട് ദുർഗന്ധം വമിച്ചിട്ട് മനുഷ്യർക്ക് അസ്വസ്ഥരാകാൻ. ആ ഗിസ്ലീനിലെ ഒരു ബക്കറ്റ് വെള്ളം മതിയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതാണ് ഗിസ്ലീൻ. ആ ഗിസ്ലീനിൽ നിന്നാണ് ഇത്തരക്കാരായ ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുക, ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് അല്ലാഹു പറയാണ്, ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, തെറ്റ് ചെയ്തവരല്ലാതെ, ഖത്അ ചെയ്തവരല്ലാതെ, പാപികളായ ആളുകളല്ലാതെ അതിൽ നിന്നൊരിക്കലും ഭക്ഷിക്കേണ്ടി വരികയില്ല. ഇത് നല്ലവരായ ആളുകൾക്കുള്ളതല്ല, മോശക്കാരായ ആളുകൾക്കുള്ളതാണ്. മോശക്കാരായ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. ആ മോശക്കാരായ ആളുകൾ മാത്രമേ അതിൽ നിന്ന് കഴിക്കുകയുള്ളൂ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. മൂന്നാമതായി ആ മനുഷ്യൻ പറഞ്ഞു പോകുന്ന ആ മനുഷ്യന്റെ ആഗ്രഹമാണത്. എന്റെ ഗ്രന്ഥം എനിക്ക് ലഭിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ. ആ ആഗ്രഹത്തിന് ഒരു പ്രസക്തിയുമില്ല. അവന്റെ ഇടതുഭാഗത്തു കൂടെ തന്നെ ആ കർമ്മരേഖ, അവന്റെ കർമ്മരേഖ, അവൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ അടങ്ങുന്ന രേഖ അവന്റെ കൈകളിലേക്ക്, അവരിലേക്ക് ലഭിക്കപ്പെടുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. മാത്രമല്ല, അതിനുശേഷം അതിനന്തരമായി അതിശക്തമായ പ്രയാസങ്ങളും അതുപോലെ ശിക്ഷകളും അവൻ ഏറ്റെടുക്കേണ്ടി വരും. നാലാമതായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, പരലോകത്ത് ഒരിക്കലും നടക്കാത്ത മറ്റൊരാഗ്രഹം. ആ ആഗ്രഹം എന്താണ്? ആ ആഗ്രഹം എന്താണ്? അന്ത്യദിനത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാം, ആകാശം പൊട്ടിപ്പിളർന്നുകൊണ്ട് മേഘപടലങ്ങള് പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞാൽ, അന്ത്യദിനത്തിന്റെ അന്ന് വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി, ആകാശം പൊട്ടിപ്പിളർന്നിട്ട് അതിന്റെ വിടവിലൂടെ മേഘങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്ന ദിവസം, വനുസ്സിലൽ മലായികതു തൻസീലാ, മലക്കുകൾ ശക്തമായി ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമാണെന്ന്. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, അന്ന് യഥാർത്ഥമായ ആധിപത്യം പരമകാരുണികനായ അള്ളാഹുവിനാണ്, റഹ്മാനായ റബ്ബിനാണ്. അന്നേ ദിവസത്തെ യാഥാർത്ഥ്യത്തിന്റെ അധികാരമുള്ളത്. യഥാർത്ഥ അധികാരങ്ങൾ, ഒരുപാട് അധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് അധികാരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദുനിയാവിൽ പടച്ച റബ്ബ് വെച്ച് നീട്ടുന്ന ഒരുപാട് അധികാരികളുണ്ട്. എന്നാൽ രാജാതിരാജനായ റബ്ബിന്റെ, റഹ്മാനായ റബ്ബിന്റെ നേരായ യാഥാർത്ഥ്യമായ അധികാരമുണ്ടല്ലോ, അന്നേ ദിവസം അത് പടച്ച റബ്ബിനാണ്. വകാന യൗമൻ അലൽ കാഫിരീന അസീറാ, സത്യനിഷേധികൾക്ക് വിഷമകരമായ ഒരു ദിവസം തന്നെയായിരിക്കുമത്. പരമകാരുണ്യകനായ റബ്ബിന്റെ കയ്യിൽ ആധിപത്യം ലഭിക്കുന്ന, അല്ല, ആ പരമകാരുണ്യകനായ അല്ലാഹു റഹ്മാനായ റബ്ബ് അന്ന് യഥാർത്ഥമായ ആധിപത്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൈയാളുമ്പോ, കാഫിറുകളായ, ധിക്കാരികളായ, സ്വേച്ഛാധിപതികളായ തന്റെ കയ്യിലുള്ള ആളുകളെ കൊന്നൊടുക്കിയ, അവരോട് കലാപം കാണിച്ച, അവരെ മർദ്ദിച്ച, ക്രൂരമായി പീഡിപ്പിച്ച ധിക്കാരികളായ ആളുകളുണ്ട്. ആ ആളുകൾക്ക്, ധിക്കാരികളായ ആളുകൾക്ക്, ദൈവനിഷേധികളായ ആളുകൾക്ക്, അള്ളാഹുവിനെ അവമതിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് ഏറ്റവും വിഷമകരമായ ഒരു ദിവസം തന്നെയായിരിക്കുമത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അന്നേ ദിവസം അക്രമം ചെയ്തവൻ തന്റെ കൈകൾ കടിച്ചു പോകുമെന്നാണ്. അക്രമി തന്റെ കൈകൾ കടിച്ചു പോകും, വിരലുകൾ കടിച്ചു പോകും. യഖൂൽ, എന്നിട്ടവൻ പറയുമെന്നാണ്, യാ ലൈതനീ ഇത്തഖദതു മഅർ റസൂലി സബീലാ. അവിടെ വന്നിട്ട് ആ നിഷേധിയായ മനുഷ്യൻ, ധിക്കാരിയായ മനുഷ്യന്റെ ആഗ്രഹം കേൾക്കണ്ടേ. യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ,
റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഹബീബിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ റസൂലിന് സ്നേഹമാണ്, പക്ഷേ റസൂലിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ സ്വീകരിക്കില്ല. റസൂല് പറഞ്ഞതുപോലെ റസൂല് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യില്ല. റസൂല് ചെയ്യരുതെന്ന് പറഞ്ഞത് ജീവിതത്തിൽ നിന്നൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കുകയുമില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ അത് ഇന്നതാണെന്നറിഞ്ഞിട്ട് അതിനോട് തിരിഞ്ഞു കാണിക്കുന്ന ആളുകളുണ്ട്, അതിനെ ധിക്കരിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരായ ആളുകൾ, നിഷേധികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ അവർ പരലോകത്ത് വന്നിട്ട് പറയുമെന്നാണ്, യാ ലൈതനീ ഇത്തഖൽതു മഅ റസൂലി സബീലാ. റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ പടച്ചവനെ എത്ര നന്നായിരുന്നേനെ. അവിടെ വെച്ചുകൊണ്ട് പറയുമെന്നാണ്, ആ റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ ലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കണം. റസൂലിന്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ. റസൂലിന്റെ മാർഗമാണ് ഏറ്റവും നല്ല മാതൃക. റസൂലിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. റസൂലാണ് നമുക്കുള്ള മാതൃക. ലോകത്തിന്റെ മാതൃക റസൂലാണ്, ഹബീബാണെന്ന് പറഞ്ഞപ്പോൾ കേൾക്കാത്ത ആളുകൾ അവിടെ വന്നിട്ട് പറയുമെന്നാണ്, യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല. ഞാൻ ആ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പടച്ചവനെ എന്ന് പറയുമെന്നാണ്. ആഗ്രഹിച്ചു പോവുകയാണ്, കൊതിച്ചു പോവുകയാണ്. പക്ഷേ ഒരു കാര്യമില്ല, ഒരു പ്രസക്തിയുമില്ല, ഒരു ഉപകാരവും ലഭിക്കാത്ത, ഒരു പ്രയോജനവും കിട്ടാത്ത ഒരാഗ്രഹം, ഒരു ദുരാഗ്രഹം, ഒരു വ്യാമോഹം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കൽ ഒരിക്കലും വിലപ്പോവുകയില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് ആ പറയാനുള്ള അവസ്ഥ? എന്തുകൊണ്ട് അവനവന്റെ കൈകൾ, വിരലുകൾ കടിച്ചു പോകുമെന്നത് ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ബിശിർക്കിഹി വ കുഫ്രിഹി വ തക്ദീബിഹി ലിർറുസുൽ. അവൻ അല്ലാഹുവിൽ ശിർക്ക് വെച്ചതുകൊണ്ട്, അല്ലാഹു അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ ആരാധിച്ച് ഇബാദത്ത് നൽകി, നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടി അഭയം പ്രാപിച്ചവരായ ആളുകൾ ശിർക്ക് ചെയ്തതുകൊണ്ട്, വകുഫരിഹി അവനിൽ സത്യനിഷേധം കാണിച്ചതുകൊണ്ട്, വതക്ദീബിഹി അവനെ കളവാക്കിയത് കൊണ്ട്, ലിർറുസുൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ, റസൂലുകളെ അവരെ ധിക്കരിച്ചു, അവിശ്വാസം കാണിച്ചു, അവര് വഞ്ചന കാണിച്ചു, കളവ് കാണിച്ചു. അതുകൊണ്ടാണ് അവർ കൈകടിക്കേണ്ടി വരുന്നത്. അവിടെ വന്നിട്ടാണ് കൈകടിക്ക്, പടച്ചോനെ അള്ളാഹുവിൽ ഞങ്ങൾ പങ്കു ചേർത്തല്ലോ, ശിർക്ക് ചെയ്തല്ലോ, അള്ളാഹുവിനോട് ഞങ്ങൾ കുഫ്ർ കാണിച്ചല്ലോ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരെ ഞങ്ങള് നിഷേധിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ മനുഷ്യർ അവരുടെ വിരലുകൾ കടിക്കുമെന്നാണ്. മാത്രമല്ല അവരുടെ കൈകൾ അങ്ങനെ കടിക്കാനുള്ള കാരണം അവരുടെ വിഷമത്തിന്റെ, ദുഃഖത്തിന്റെ, നഷ്ടത്തിന്റെ, വിലാപത്തിന്റെ അടയാളമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ മാർഗമാണ്. ആ ഈമാനിന്റെ മാർഗത്തെ സത്യപ്പെടുത്തി അതിനനുധാവനം ചെയ്ത് അതിനെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന അർത്ഥത്തിലാണ് ആ മനുഷ്യർ കരയുന്നത് എന്ന് മുഫസ്സിർ രേഖപ്പെടുത്തിയതായി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അഞ്ചാമത്തത്, ഒരു മനുഷ്യന്റെ ആഗ്രഹം ഈ ആയത്തിനോട് ചേർന്ന് തന്നെ സൂറത്തുൽ ഫുർഖാനിലെ 27-ാമത്തെ ആയത്താണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, ഇതേ സൂറത്തിൽ തന്നെ 28-ാമത്തെ ആയത്തിൽ തുടർന്ന് ആ മനുഷ്യന്റെ അഞ്ചാമത്തെ ഒരു മോഹം, അഞ്ചാമത്തെ ഒരു നടക്കാത്ത ആഗ്രഹം പറയാണ്, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. സാധാരണ മനുഷ്യര് വഴികേടിലായി പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യൻ വഴികേടിലാകാൻ, മോശമായ വഴിയിലേക്ക് പോകാൻ ഒരുപാട് കാരണങ്ങൾ. അയാളുടെ കുടുംബത്തിലെ സാഹചര്യമാകാം, അതല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടാകാം, അതല്ലെങ്കിൽ അയാളുടെ സൗഹൃദങ്ങളാകാം, കൂട്ടുകാരാകാം. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ കൂട്ടുകാരന് വലിയ സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അയാൾ തന്റെ സുഹൃത്തിന്റെ മതത്തിലാണ്, ദീനിലാണ്. അതുകൊണ്ട് ഫൽ യൻദുർ അഹദുക്കും മൻ യുഖാല്ല ലഹു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ആരെയാണ് കൂട്ടുകാരനായി, ഖലീലായി സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കും നോക്കണം കേട്ടോ. കാരണം അവനനുസരിച്ച്, ആ കൂട്ടുകാരനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ദീന് പോലും തീരുമാനിക്കപ്പെടുക.
എന്നെ നന്നാക്കണോ, എന്നെ നന്മയിലേക്ക് കൊണ്ടുവരണോ, എന്നെ ഹിദായത്തിന്റെ വഴിയിലേക്കാക്കണോ, എന്റെ കൂട്ടുകാരൻ വിചാരിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ ഒരുപക്ഷെ നടക്കും. അതല്ല, എന്നെ ലലാലത്തിന്റെ വഴിയിലേക്ക്, വൃത്തികേടിന്റെ, മോശത്തിന്റെ, വഴികേടിന്റെ അധമത്വത്തിലേക്ക് എന്നെ കൂട്ടുകുത്തിക്കണോ, എന്റെ കൂട്ടുകാരൻ വിചാരിച്ചാൽ മതി. അള്ളാഹുവിന്റെ ഇറാദത്തുണ്ടെങ്കിൽ ആ കൂട്ടുകാരന്മാരിലൂടെ ഞാൻ വഴികിട്ടുപോകും. ഇന്നത്തെ ലോകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെ മോശപ്പെട്ട കൂട്ടുകൾ കൊണ്ട് വഴികേടിലായിപ്പോയ ആളുകൾ നാളെ പരലോകത്ത് കുതിക്കുന്നൊരു കുതിയെക്കുറിച്ചാണ് അഞ്ചാമതായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു ഫുർഖാനിലെ 28-ാമത്തെ വചനത്തിലൂടെ പറയാണ്. അല്ലാഹ് പറയാണ്, ആ മനുഷ്യൻ കൂട്ടുകാരനിലൂടെ, സുഹൃത്തുക്കളിലൂടെ, ഫ്രണ്ട്സുകളിലൂടെ, ചങ്ങാതിമാരിലൂടെ വഴികേടിലായി പോയ മനുഷ്യൻ, അവൻ അവിടെ വെച്ച് അല്ലാഹുവോട് പറയാൻ, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, എന്റെ നഷ്ടമേ, ഇന്നാലിന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ നാശമേ, എന്റെ നഷ്ടമേ, എന്റെ സങ്കടമേ, ഇന്നാലിന്നവളെ ഞാൻ എന്റെ കൂട്ടുകാരനായി, എന്റെ കൂട്ടുകാരിയായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഇവനെ പോലെ ഒരു കൂട്ടുകാരനെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നറിയുമോ? ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് നന്മയുടെ ബോധനം വന്നു കിട്ടിയതിനു ശേഷം അതിൽ നിന്നെന്നെ തെറ്റിച്ച് കളഞ്ഞുവല്ലോ ഇവൻ അല്ലെങ്കിൽ ഇവൾ. എനിക്ക് നേരിന്റെ മാർഗം കിട്ടിയതിനു ശേഷം, ഹിദായത്തിന്റെ സൽപാന്താവിനെ കുറിച്ചുള്ള ബോധനം എനിക്ക് കിട്ടിയതിനു ശേഷം എന്നെ ആ നന്മയുടെ പാതയിൽ നിന്ന്, നേരിന്റെ വഴിയിൽ നിന്ന് എന്നെ ലലാലത്തിലേക്ക്, വഴികേടിലേക്ക് വലിച്ചു കൊണ്ടുപോയത് എന്റെ ഇന്നാലിന്ന കൂട്ടുകാരനാണ്, ഇന്നാലിന്നാലെ കൂട്ടുകാരിയാണ്. അവളിലൂടെയാണ് ഞാൻ ഈ വഴികേടിലെത്തിപ്പെട്ടത്. അതുകൊണ്ട് അവനെപ്പോലെ ഒരു കൂട്ടുകാരനെ, ഒരു കൂട്ടുകാരിയെ, അവളെപ്പോലെ കൂട്ടുകാരിയെ ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് ആ മനുഷ്യൻ പറയുമെന്നാണ്, വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ, തീർച്ചയായും പിശാച് മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാണ് കേട്ടോ. ചെയ്തടാ ചെയ്തോ, കണ്ടടാ കണ്ടോ, കേട്ടടാ കേട്ടോ, പറഞ്ഞടാ പറഞ്ഞോ, നീ ചെയ്തോ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പിന്നണിയായിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത പിശാചില്ലേ, ഏതൊരു തോന്നിവാസങ്ങളെയും, ഏത് മ്ലേച്ഛതകളെയും, ഏത് തെമ്മാടിത്തരങ്ങളെയും ഫാഷന്റെ പേര് പറഞ്ഞ്, ക്യാമ്പസിനേഷന്റെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ, ജനറേഷന്റെ ആ മേലങ്കിട്ടുകൊണ്ട് അലങ്കാരമാക്കി തന്ന പിശാചില്ലേ, ആ പിശാച് പോലും നാളെ പരലോകത്ത് വരുമ്പോ ആ ആളുകളെ കൈവിട്ട് കളയുമെന്നാണ്. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ, പിശാച് തീർച്ചയായും മനുഷ്യനെ കൈവിട്ട് കളയുന്നവൻ തന്നെയാണ്. കൂട്ടത്തിലൊരു ആയത്ത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ റസൂല് ആ സമക്ഷത്തിൽ വെച്ച് റബ്ബിനോട് ഒരു പരാതി പറയുമെന്നാണ്. പരിശുദ്ധമായ റമദാനല്ലേ മുഅ്മിനേ മുഅ്മിനത്തെ, അള്ളാഹുവിന്റെ റസൂല് നാളെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഒരു പരാതി പറയാനുണ്ട്. വഖാലർ റസൂൽ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ റബ്ബേ, എന്റെ ജനതയുണ്ടല്ലോ, എന്റെ ജനത എന്ന് പറയുമ്പോ ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസാന ഉമ്മത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിനോട് പറയുകയാണ്, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ,
അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ മോചനത്തിന് വേണ്ടി അവസാന നാൾ വരെയുള്ള ഈ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മോചനത്തിന് വേണ്ടി നീ ഇറക്കിയ നിന്റെ കലാമില്ലേ, ഈ ഖുർആനില്ലേ, ഈ ഖുർആനിനെ ലെവലേശം മൈൻഡ് ചെയ്യാതെ അഗണ്യമായി തള്ളിക്കളഞ്ഞവരാണ് എന്റെ ഉമ്മത്ത്. അല്ലാഹ് എന്റെ ഈ ഉമ്മത്തുണ്ടല്ലോ, ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞവരാണ്. വേണ്ടതുപോലെ വായിക്കാതെ, വേണ്ടതുപോലെ പഠിക്കാതെ, വേണ്ടതുപോലെ ആശയം മനസ്സിലാക്കാതെ, കൽബുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, അതിന് വേണ്ട പോലെ ഒരു നിലയും കൊടുത്തിട്ടില്ല പഠിച്ചവരെ എന്നല്ലാഹുവിന്റെ റസൂൽ പരാതി പറയുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളയാണ് പറയുന്നത്. മുഅ്മിനേ, ഒരുപാട് തടസ്സങ്ങളാണ്. എന്തെല്ലാം തടസ്സങ്ങളാണ്? എനിക്ക് എഴുത്തറിയില്ല, എനിക്ക് വായന അറിയില്ല, ഞാൻ മദ്രസയിൽ പോയിട്ടില്ല, ഞാൻ കോളേജിൽ പോയിട്ടില്ല, എനിക്ക് അക്ഷരാഭ്യാസമില്ല. എന്നാൽ ഇതേ പറഞ്ഞ മനുഷ്യർക്ക് സ്മാർട്ട് ഫോണുകൾ വന്നപ്പോ ആ സ്മാർട്ട് ഫോണുകൾ അവരുടെ കയ്യിലിന്റെ വിരൽ തുമ്പുകളിലൂടെ അനായാസം ചലിക്കാൻ അവർക്ക് സാധിച്ചു. വാഹനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ കഷ്ടപ്പെട്ട് പ്രായാധിക്യത്തിലും പോയിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഡ്രൈവിംഗ് പഠിച്ചെടുത്തിട്ടുണ്ട്. ഈ ദുനിയാവിലെ ഒരുപാട് അഭ്യസ്ത വിദ്യകൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കലാമ് പഠിക്കാൻ പറയുമ്പോ, അള്ളാഹിന്റെ ഖുർആൻ പഠിക്കാൻ പറയുമ്പോ, അതൊന്ന് മനസ്സിലാക്കാൻ പറയുമ്പോ, അത് നാളെയുടെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോ അവൻ അറിയില്ല, അവന് കഴിയില്ല, അവന് സൗകര്യങ്ങളില്ല. ഒരുപാട് സൗകര്യങ്ങളാണ്. അള്ളാന്റെ ലോകത്ത് ചെല്ലുമ്പോ നടപ്പിലാവില്ല വിശ്വാസികളെ, നടപ്പിലാകില്ല മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ഫുർഖാനിൽ ഇങ്ങനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ പരാതി പറയുമെന്നാണ്. പടച്ചോനെ, എന്റെ ഉമ്മത്ത്, ഈ ഉമ്മത്ത് അഥവാ നമ്മളാകുന്ന അവസാന നാളിലെ ഉമ്മത്ത് ഈ ഖുർആനിനെ അഖണ്ഡമായി അവര് വലിച്ചെറിഞ്ഞു, അവർ ഉപേക്ഷിച്ചു, അവർ തള്ളിക്കളഞ്ഞു. പടച്ചോനെ, പരിഗണിച്ചില്ല. അള്ളാഹുവിനോട് പ്രവാചകന്റെ പരാതിയാണ്. ആരുടെ പരാതി? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതി. ആർക്കെതിരെയുള്ള പരാതി? നമുക്കെതിരെയുള്ള പരാതി. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനാണ്, വിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആനിനെ നല്ലതുപോലെ, അതിനാണ് നമ്മൾ ഇങ്ങനെ ഓരോരോ വിഷയങ്ങള് നാളെ നമ്മെ നേരിടാനുള്ള, നമ്മൾ കാണാനുള്ള, നമ്മൾ അനുഭവിക്കാനുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ കലാം ഇങ്ങനെ വിശദീകരിച്ചു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തല്ല 7 സ്ഥലങ്ങളിലാണ് നാളെ പരലോകത്ത് ചെന്നിട്ട് കൈകടിച്ചുകൊണ്ട് വിലപിക്കുന്ന മോഹങ്ങളാണ്. എന്തിനു മുഅ്മിനേ അവിടെ ചെന്ന് വിലപിക്കണം? ഇവിടെ വെച്ചുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞിട്ടില്ലേ, നാളെ ഇങ്ങനെ വരാനുണ്ട്, ഇങ്ങനെ സംഭവിക്കാനുണ്ട്, അതിനുള്ള ഇട നിങ്ങൾ വരുത്തരുത്. അത് പഠിക്കണം, മനസ്സിലാക്കണം. 6ാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ് സൂറത്തു അൻആമിൽ 5 വരെ, യാ ലൈതനീ യാ ലൈതനീ യാ ലൈതനീ യാ ലൈതനീ യാ ലൈതനീ 5 സ്ഥലങ്ങളിൽ. എന്നാൽ 2 സ്ഥലങ്ങളിൽ യാ ലൈതനാ യാ ലൈതനാ എന്നും. എന്താണ് അവിടെ പറയുന്നത്? നാളെ പരലോകത്ത് നരകത്തിന്റെ മുമ്പിൽ അവർ കൊണ്ടുവരപ്പെടുന്ന അവസ്ഥ. അവിശ്വാസികളായ ആളുകൾ സൂറത്ത് അൻആമിന്റെ 27 മുതലുള്ള ആയത്തുകളാണ്. ഒന്ന് പരിശോധിക്കണേ, ഒന്ന് വായിക്കണേ. അല്ല പറയുകയാണ്, വലൗ തറാ ഇദ് വഖിഫു അലന്നാർ, അവർ നരകത്തിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ. അള്ളാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യരെ, നരകാവകാശികളെ നരകത്തിന്റെ മുമ്പിൽ, ആ നരകത്തിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ, ഫഖാലൂ, ആ സമയത്ത് ആ മനുഷ്യർ പറയുമെന്നാണ്, യാ ലൈതനാ നുറദ്ദു, ഞങ്ങൾ ഈ ലോകത്തിലേക്ക്, ദുനിയാവിലേക്കൊന്ന് തിരിച്ചയക്കപ്പെടുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പടച്ചവനെ. നരകത്തിന്റെ ആഴമേറിയ അഗ്നികുണ്ഡാരത്തിലേക്ക് നിർത്തപ്പെടുമ്പോ, അതിലേക്ക് ആനയിച്ചു കൊണ്ടുവരപ്പെടുമ്പോ, അതിന്റെ മുമ്പിൽ നിർത്തപ്പെടുമ്പോ ഈ മനുഷ്യർ പറയുകയാണ്, യാ ലൈതനാ നുറദ്ദു, അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളൊന്ന് ദുനിയാവിലേക്ക്, ഐഹിക ലോകത്തിലേക്ക്, ഞങ്ങൾ വന്ന ലോകത്തിലേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചയച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊന്നും ഞങ്ങളെ മടക്കപ്പെട്ടിരുന്നെങ്കിൽ, വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ,
അങ്ങനെ ഞങ്ങൾ മടക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കാം. ഞങ്ങൾ റബ്ബിന്റെ രക്ഷിതാവിന്റെ ആയാത്തുകൾ ഞങ്ങൾ തള്ളിക്കളയാതിരിക്കാം, ഞങ്ങൾ അവമതിക്കാതിരിക്കാം, തിരസ്കരിക്കാതിരിക്കാം. പടച്ചവനെ, ഞങ്ങളൊന്ന് ദുനിയാവിലേക്ക് മടക്കിത്താ അല്ലാ. മാത്രമല്ല വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്തോളാം. പടച്ചവനെ, മുഅ്മിനീങ്ങളുണ്ടവിടെ, നല്ലതുപോലെ ജീവിച്ച മനുഷ്യരുണ്ട്, അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ട് നിന്റെ റസൂലിനെ പിൻപറ്റി ആ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച നല്ലവരായ മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആവുകയും ചെയ്തോളാം. പടച്ചവനെ, അല്ല പറയുന്നു, ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൗന മിൻ ഖബൽ, പക്ഷേ അവർ മുമ്പ് മറച്ചു വെച്ചുകൊണ്ടിരുന്നത് അവർക്ക് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. എന്തൊരു കാര്യത്തെയാണോ അവർ മറച്ചുവെച്ചത്, ആ മറച്ചുവെച്ച കാര്യങ്ങള് ഇന്നിതാ അവർക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. വലൗ റുദ്ദൂ ലആദൂ ലിമാ നഹൂ അൻ, അല്ല പറയുകയാണ്, അവരെ കിടന്ന് വിലപിക്കുമ്പോ ഇനി അവരെ എങ്ങാനും മടക്കിയേച്ചാൽ അവർ പോയി നന്നാകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല കേട്ടോ, അവരെ മടക്കേക്കപ്പെട്ടാൽ തന്നെ ശരി, ഏതൊരു കാര്യത്തിൽ നിന്നാണോ അവരെ വിരോധിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ വിരോധിക്കപ്പെട്ട വിലക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ അവർ മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. വഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവര് കള്ളം പറയുന്നവരാണ്, വ്യാജന്മാരാണ്, അവര് കളവ് പറയുന്ന ആളുകളാണ്. താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് കള്ളം പറയുകയാണ്. ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കിയിരുന്നെങ്കിൽ, നോക്കൂ നിങ്ങൾ, ആറാമത്തെ മനുഷ്യന്റെ മോഹമാണ് യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ. പടച്ചോനെ, ഞങ്ങൾ റബ്ബേ, ഞങ്ങളെ ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കിയിരുന്നെങ്കിൽ ഞങ്ങള് ഒരിക്കലും ഞങ്ങൾ റബ്ബിന്റെ ആയാത്തുകളെ ഞങ്ങൾ ഒരിക്കലും വ്യാജമാക്കൂല, കളവാക്കൂല. ഒരു ആഗ്രഹമാണ്, ഒരു മോഹമാണ്. പക്ഷെ ഒരു കാര്യമില്ല സഹോദരങ്ങളെ, ഒരു കാര്യമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഇവര് ദുനിയാവിൽ ഇവർക്കൊരു വാദം ഉണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തെ ഞാൻ അടിവരയിട്ടുകൊണ്ടൊരു കാര്യം മനസ്സ് നിറഞ്ഞു പറയാം. ഇന്ന് ഭൗതികവാദം ഇങ്ങനെ തഴച്ചു വളരുകയാണ്, നിരീശ്വരവാദം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. ആണിന്റെയും പെണ്ണിന്റെയും കോലത്തില് മതം വിട്ട പെണ്ണുമാര്, മതം വിട്ട ആണുമാർ ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് മുസ്ലിം ലോകത്തെ ഇങ്ങനെ കൊഞ്ഞനം കുത്തുകയാണ്. ഇങ്ങനെ ഒരു മഹാമാരി കൊണ്ട് ലോകത്തെ തന്നെ കൂപ്പുകുത്തിച്ചു പടച്ചറബ് പരീക്ഷിച്ചപ്പോ ചില ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് എവിടെ, നിങ്ങളുടെ അല്ല എവിടെ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ വാചകം ഒന്ന് കേൾക്കണേ. വഖാലൂ, ഇവിടെ വന്ന് വിലപിക്കുന്ന ഈ മനുഷ്യരില്ലേ, അവർ ദുനിയാവിൽ അവരുടെ വാദം എന്താണെന്നറിയുമോ? ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ നമുക്ക് മറ്റൊരു ജീവിതമില്ല കേട്ടോ. ഈ ദുനിയാവിലെ ജീവിതം തന്നെയാണ് ജീവിതം, ഇതല്ലാത്തൊരു ജീവിതമൊന്നുമില്ല. വമാ നഹ്നു ബിമബ്ഊസീൻ, ചില ആളുകൾ പറയുന്നത് പോലെ വിവരമില്ലാത്ത 21ാം നൂറ്റാണ്ടിന്റെ സാങ്കേതികത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത അന്തമില്ലാത്ത ഈ മനുഷ്യർ പറയുന്നത് പോലെ മരണത്തിന് ശേഷം ഒരു ജീവിതം, ആ ജീവിതത്തിൽ മരിച്ചതിന് ശേഷം മണ്ണോട് ചേർന്നതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന വാദമൊന്നുമില്ല. അത് വെറുതെയാണ്, അത് വങ്കത്തരമാണ്, അല്പത്തരമാണ്, അല്പജ്ഞാനമാണ്. ഒരിക്കലും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. ഈ ദുനിയാവിലെ ജീവിതം അത് ജീവിച്ച് മരിച്ച് മണ്ണോട് ചേർന്ന് പോവുകയല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ എന്ന് അവർ വാദിച്ചിരുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ തറാ ഇദ് വഖിഫൂ അലാ റബ്ബിഹിം, റബ്ബിൽ എന്ന് പറഞ്ഞ ആളുകൾ റബ്ബിന്റെ തീരുമാനപ്രകാരം നാളെ ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞപ്പോ നിഷേധിച്ച ആളുകള് ആ റബ്ബിന്റെ മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി കൈ കെട്ടിക്കൊണ്ടവർ അല്ലാഹുവിന്റെ മുമ്പിൽ കടന്നു വരികയാണ്. വലൗ തറാ, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ ഇദ് വഖിഫൂ അലാ റബ്ബിഹിം, തങ്ങൾ റബ്ബിന്റെ മുമ്പിൽ അവർ റബ്ബിങ്കൽ നിർത്തപ്പെടുന്ന ദിവസം നീ കണ്ടിരുന്നെങ്കിൽ പ്രവാചകരെ, ഖാല, ആ സമയത്ത് അല്ലാഹു ചോദിക്കും അവരോട്, അലൈസ ഹാദാ ബിൽ ഹഖ്,
അലൈസ ഹാദാ ബിൽ ഹഖ്, ഇങ്ങനൊരു നാളുണ്ടാകില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്നാൽ ഇത് യാഥാർത്ഥ്യം തന്നെയല്ലേ? നിങ്ങളിങ്ങനെ പഞ്ചപച്ച മുടക്കി എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ ദിവസം ഇത് ഹക്കല്ലയോ കൂട്ടരെ? ഇത് യാഥാർത്ഥ്യമല്ലയോ കൂട്ടരെ എന്ന് അല്ലാഹ് ചോദിക്കുമ്പോ ഖാലൂ, അവർ പറയുകയാണ്, ബലാ വറബ്ബിനാ, ഞങ്ങളുടെ റബ്ബേ നിന്നെ തന്നെയും സത്യം, ഇത് ശരിയാൻ. റബ്ബിൽ എന്ന് പറഞ്ഞവരെ അവിടെ വന്ന് പറയുകയാണ്, ഖാലൂ ബലാ വറബ്ബിനാ, ഞങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ഖാല, അല്ലാഹുവിന്റെ മറുപടി, ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ ധിക്കരിച്ചതുകൊണ്ട്, നിഷേധിച്ചതുകൊണ്ട്, ധിക്കാരം കാണിച്ചതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. മാന്യ സഹോദരങ്ങളെ, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ദുനിയാവക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ഏഴാമതായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ തുഖൽ, സൂറത്തു അഹ്സാബിലെ 66 മുതൽ വരുന്ന ആയത്തുകൾ അല്ലാഹു പറയാണ്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിലേക്ക് കീഴ്മേൽ മറിക്കപ്പെടും. നരകത്തിലേക്ക് അവരുടെ മുഖങ്ങളെ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം യഖൂലൂൻ, അവർ പറയുകയാണ്, യാ ലൈതനാ അതഅനല്ലാഹ വ അതഅനർ റസൂല, അവർ പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ ചെന്നിട്ട് നരകത്തിലേക്ക് കീഴ്മേൽ മുഖം കുത്തിക്കൊണ്ട് മറിഞ്ഞു വീഴുമ്പോ അവിടെ വെച്ചുകൊണ്ട് അവർ പറയാണ്, പടച്ചോനെ ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ പോയിട്ട് പറയാ, ഇവിടെ അള്ളാഹിനെയും അള്ളാഹ് റസൂലിനെയും അംഗീകരിക്കാത്ത, അവരുടെ കൽപ്പനകൾക്ക് വില കാണാത്ത ആളുകള് അവിടെ ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആ സമയത്ത് എന്നിട്ട് അവർ പറയും, വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല, അല്ലാഹുവേ, അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പ്രമുഖന്മാരെയും ഒക്കെ അനുസരിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്, അവരാണ് ഞങ്ങളെ വഴികേടിലാക്കിയത്, അവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, പടച്ചോനെ അവർക്ക് ഇരട്ടി രണ്ടരട്ടി ശിക്ഷ, ഞങ്ങളെ വഴികേടിലാക്കിയതിന് കൂടുതലുള്ള ശിക്ഷ നീ അവർക്ക് കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറ, മാത്രമല്ല അവർക്ക് നീ വൻ ശാപം നീ അവരുടെ മേൽ ഏൽപ്പിക്കുകയും ചെയ്യണമേ എന്ന് അവർക്കെതിരായി കൊണ്ട് ഈ ശപിക്കപ്പെട്ട വഴിതെറ്റിക്കപ്പെട്ട ആളുകൾ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹിനോട് ആവശ്യപ്പെടും. സഹോദരങ്ങളെ, ഏത് നേതാക്കന്മാരെയും പിൻപറ്റാൻ പോണ്ട, ഏത് പ്രമുഖന്മാരെയും സാദാത്യങ്ങളെ പിൻപറ്റാൻ പോണ്ട. അള്ളാഹുവും റസൂലും പറഞ്ഞതാണോ അവർ നമ്മോട് പറയുന്നത്? അള്ളാഹുവും റസൂലും പഠിപ്പിക്കുന്നതാണോ അവർ നമ്മളോട് കൽപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണോ അവർ നമ്മോട് കൽപ്പിക്കുന്നത്? എങ്കിൽ നാം അവരെ പിൻപറ്റണം. അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അള്ളാഹുവിനെ പിൻപറ്റണം, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. അതുപോലെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഇമ്മത്തുകളെ, ആ നേതാക്കന്മാരെ നമ്മൾ പിൻപറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരും. ഇങ്ങനെ 7 സ്ഥലങ്ങളിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ അല്ലെങ്കിൽ നാളെ നരകത്തിൽ നാളെ പരലോകത്ത് ചെന്നിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ നരകത്തിലെ അവസ്ഥയിലും അതുപോലെ തന്നെ അതിന്റെ മുമ്പ് വിചാരണ നേരത്തും അതുപോലെ തന്നെ കർമ്മരേഖകൾ നൽകപ്പെടുന്ന സമയത്തുമൊക്കെ ഈ പരലോകത്തിൽ വെച്ചെന്നിട്ട് ദുഃഖം കൊണ്ട് വിഷമം കൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ മറന്നുപോയി, ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്യാൻ വിട്ടുപോയി, അതുപോലെ തന്നെ തിരിച്ച് ദുനിയാവിലേക്ക് വരാൻ ഇങ്ങനെ അള്ളാഹിനോട് കേഴുകയാണ്. 7 സ്ഥലങ്ങളിൽ അള്ളാഹു ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ കലാം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ കാര്യങ്ങളെ വളരെ ഗൗരവപൂർവ്വം ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടി, നാളെയുടെ മോചനത്തിന് വേണ്ടി, റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ സന്നദ്ധരാവണം. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, റബ്ബ് തൃപ്തിപ്പെടുന്ന
ഒരു ജീവിതം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അമ്പിയാക്കന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബേ റഹ്മാനെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ, രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. റഹ്മാനായ നാഥ, പരിശുദ്ധമായ റമളാനിൽ നിന്റെ മഹത്തായ ഫള് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കണേ റഹ്മാനെ. പാപങ്ങൾ മുഴുവൻ പശ്ചാത്തപിക്കപ്പെട്ട ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു, ഒരുപാട് ആളുകൾ, ചെറിയ കുട്ടികൾ മുതൽ വലിയ വൃദ്ധന്മാരായ വയോധികരായ ആളുകൾ വരെ വ്യത്യസ്തങ്ങളായ മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. വീടുകളിൽ, ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവർക്കൊക്കെയും ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്തോടെയുള്ള ആരോഗ്യം നൽകി അവരെ തിരിച്ചു കൊണ്ടുവരണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, ഭാര്യമാർ, മക്കൾ, സഹോദരന്മാർ നിന്നിലേക്ക് വന്നവരുണ്ട്. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈമാനും തഖ്വയും അതുപോലെ തന്നെ തൗബയും നൽകി ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനെ. നാളെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.